സ്ഥിരത, ലഭ്യത, സമൂഹ കേന്ദ്രിത സമീപനം ഈ 3 അടിസ്ഥാനങ്ങളിലാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യ സംവിധാനം വ്യാപകമായി അംഗീകാരം നേടുന്നത്. ശക്തമായ പ്രാഥമിക ആരോഗ്യ ശൃംഖലയുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ജില്ലാ ആശുപത്രികളിലേക്കും മുന്നേറിയ മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്കും സേവനങ്ങൾ തടസ്സമില്ലാതെ വ്യാപിച്ചിരിക്കുന്നു. വിഷൻ്റെ പ്രോബ്ലമായിട്ട് ഒഫ്താൽമോളജിയിൽ ഒരു കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ആ ഒരു ഡീലിങ്സ് ഒക്കെ നല്ലതായിട്ട് ഇഷ്ടമാണ്. ഞങ്ങൾ സംതൃപ്തരാണ്. അത്യാധുനിക രീതിയിലുള്ള ഒരു പീഡിയാട്രിക് ICU ഉണ്ട്. നേത്രരോഗ വിഭാഗത്തിന് ഒരു പുതിയ തിയേറ്റർ സംവിധാനമുണ്ട്. ഒരു മൈനർ തിയേറ്റർ ഉണ്ട്, ഒരു മേജർ തിയേറ്റർ ഉണ്ട്. തുടർച്ചയായ പൊതുനിക്ഷേപങ്ങൾ വഴി സംസ്ഥാനത്തുടനീളം ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായി ശക്തിപ്പെട്ടിരിക്കുന്നു. ആധുനിക ആശുപത്രികളും പ്രത്യേക ചികിത്സാ യൂണിറ്റുകളും വിപുലമായ ചികിത്സാശേഷിയും ഉൾപ്പെടുത്തി അത്യാഹിതവും ട്രോമ കെയർ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തി ആവശ്യമായ സമയങ്ങളിൽ വേഗത്തിലുള്ള പ്രതികരണവും ഗൗരവപരമായ പരിചരണത്തിലേക്കുള്ള പ്രവേശനവും ഉറപ്പാക്കുന്നു. ആയുർവേദവും ഹോമിയോപ്പതിയും ഉൾപ്പെടുന്ന പരമ്പരാഗത ചികിത്സാ സംവിധാനങ്ങളും ആരോഗ്യരംഗത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു. എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറാണ്. പ്രഥമ കായകൽപ്പ അവാർഡ് കിട്ടിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രി. സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നമ്മൾ രോഗികൾക്കായിട്ട് പ്രദാനം ചെയ്യുന്നത്. ഏകദേശം 200ഓളം മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും 8 ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറീസും കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ ഈ ആശുപത്രിയിൽ നടന്നു. അതൊരു താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിൽ ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. കൂടാതെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മൾ 9ാമത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ അടുത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും നൂതന ചികിത്സാ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ മാതൃകയുടെ പ്രധാന ശക്തികളിൽ ഒന്ന് പ്രതിരോധാരോഗ്യത്തിലും സമൂഹ അധിഷ്ഠിത പരിചരണത്തിലും നൽകുന്ന പ്രാധാന്യമാണ്. Kerala, we are the first institute to install MALDI-TOF. This is the equipment, MALDI-TOF, where we give the identification of the bacteria within 15 to 30 minutes. പഴയ ആശുപത്രിയിൽ ഇത്ര സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പുതിയ ആശുപത്രി പറഞ്ഞപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്. മരുന്നുകൾ കൃത്യമായിട്ട് സിസ്റ്റർമാരായാലും ഡോക്ടറായാലും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മാതൃശിശു ആരോഗ്യ പദ്ധതികളും ടീകവൽക്കരണ വ്യാപ്തിയും പൊതു ആരോഗ്യ പ്രവർത്തനങ്ങളും സ്ഥിരതയുള്ള ആരോഗ്യ സൂചികകൾ നേടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബെഡോട് കൂടിയിട്ടുള്ളതാണെങ്കിലും 72 പ്രവർത്തന സജ്ജമായ ബെഡുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള NICU, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ഗർഭിണികൾക്കും പ്രസവാനന്തര ശുശ്രൂഷകൾക്കുമുള്ള വാർഡ്, കുട്ടികളുടെ വാർഡ് തുടങ്ങിയവതും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റിയും ഈ സ്ഥാപനത്തിൽ സജ്ജമാണ്. താവളத்துக்கு അപ്പുറമാണ് ഞങ്ങളുടെ ഊര് മേലമഞ്ചിക്കണ്ടി. അപ്പോൾ സെവാഴ്ച വരുമ്പോൾ ബുധനാഴ്ച പ്രസവം നടന്നു. ഡോക്ടറും ഒരു കുഴപ്പമില്ല, നഴ്സുമാരും ഒരു കുഴപ്പമില്ല, എല്ലാം നോക്കുന്നുണ്ട്. അതോടൊപ്പം മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണ സ്ഥാപനങ്ങളും ഇന്നും നിർണായക പങ്കുവഹിക്കുന്നു. വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരെ വളർത്തുകയും ചികിത്സാ രീതികൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. സാങ്കേതിക വിദ്യയുടെ ഏകീകരണം സേവന വിതരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ആരോഗ്യ സംവിധാനങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രാമീണ, തീരദേശ, മലയോര മേഖലകളിൽ കേന്ദ്രീകൃത ഇടപെടലുകൾ വഴി പ്രവേശനത്തിലെ കുറവുകൾ പരിഹരിച്ച് ആരോഗ്യ സേവനങ്ങൾ ഏറ്റവും അകന്ന പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്നു.
ഈ മുഴുവൻ പ്രവർത്തനങ്ങളും ചേർന്ന് സമഗ്രവും പ്രതിരോധശേഷിയുള്ളതുമായ തുടർച്ചയായി വികസിക്കുന്ന ഒരു ആരോഗ്യ സംവിധാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. കേരളത്തിൽ ആരോഗ്യം ഒരു സേവനം മാത്രമായി കാണുന്നില്ല, സമൂഹത്തിന്റെ സംയുക്ത ഉത്തരവാദിത്തമായി കാണപ്പെടുന്നു. കേരള ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം.